ഇടുക്കി മൂന്നാറിലെ കെഎസ്ആർടിസിയുടെ റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസ്സിലെ അലങ്കാര ലൈറ്റുകൾ തെളിയിക്കില്ലെന്ന ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം പാളി. വാഹനത്തിനുള്ളിലെ ലൈറ്റുകൾ തെളിയിച്ച് ബസ് രാത്രി സർവീസ് നടത്തി. ആദ്യം തന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, ഈ ബസ്സിന് ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആവശ്യം പോലും ഇല്ല. ഈ ബസ്സിൽ ഒരുപാട് ലൈറ്റ് വെച്ചിരിക്കുന്ന ഒരു പ്രകടനമുണ്ട്. ആ ലൈറ്റ് ഒന്നും ഇടാൻ വേണ്ടി വെച്ചതല്ല, ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചതാണ്. അത് ഇടാനും ഉദ്ദേശിച്ചല്ല. KSRTC ഈ ബസ് ഓടിക്കുന്ന ഡ്രൈവറോടും ഞാൻ കണ്ടക്ടറോടും പറയുന്നു, നിങ്ങൾ ഈ ഇലുമിനേഷൻ ലൈറ്റ് ഒന്നും ഇടണ്ട. കാരണം രാവിലെ 8:30 മണിക്കാണ് ആദ്യത്തെ ട്രിപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഈ വണ്ടി പകൽ സമയം മാത്രമേ ഓടിക്കുന്നുള്ളൂ. രാത്രിയിൽ മൂന്നാറിൽ ഒന്നും കാണാനില്ല, കുറ്റാക്കുറ്റിരുട്ടാണ്. മൂന്നാറിലെ റോയൽ വ്യൂ ഡബിൾ ഡക്കർ ബസിന്റെ ഉദ്ഘാടന വേളയിൽ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം ഇതായിരുന്നു. എന്നാൽ ആ പ്രഖ്യാപനത്തിന് ദിവസങ്ങളുടെ മാത്രം ആയുസ്. മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെ വാഹനത്തിലെ ലൈറ്റുകൾ അത്രയും തെളിച്ച് വാഹനം കടന്നുപോകുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് വാഹനം സർവീസ് നടത്തിയത്. വാഹനത്തിലെ ലൈറ്റ് സംവിധാനങ്ങൾക്കെതിരെ ഹൈക്കോടതിയും വിമർശനം ഉന്നയിച്ചിരുന്നു. വാഹനത്തിലെ അലങ്കാര ലൈറ്റുകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്നായിരുന്നു കോടതി നിരീക്ഷണം. പൂർണ്ണമായും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതാണ് KSRTC ഡബിൾ ഡക്കറിലെ ലൈറ്റ് സംവിധാനങ്ങളെന്നും കോടതി പറഞ്ഞിരുന്നു. ഈ വിമർശനങ്ങൾ നിലനിൽക്കെയാണ് അലങ്കാര ലൈറ്റുകൾ തെളിച്ചുള്ള ബസിന്റെ യാത്ര. ഇതിനിടെ റോയൽ വ്യൂ ബസിന്റെ സർവീസിനെതിരെ പ്രതിഷേധിച്ചു എന്ന കാരണത്താൽ മൂന്നാറിലെ ടാക്സി വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രതികാര നടപടി തുടരുകയാണ്. നിയമലംഘനങ്ങൾ നടത്തിയതിന് 8 ലക്ഷത്തിലധികം രൂപ പിഴ ഇനത്തിൽ ലഭിച്ചു. മോട്ടോർ വാഹന വകുപ്പ് മൂന്നാറിൽ കടുത്ത നിയന്ത്രണങ്ങളുമായി പോകുമ്പോഴാണ് മാനദണ്ഡങ്ങൾ അത്രയും ലംഘിച്ചുള്ള റോയൽ വ്യൂ ബസിന്റെ സർവീസ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.